ചാനലുകളിൽ വാർത്ത കണ്ട ഉടൻ പ്രതികരണവുമായെത്തിയ സിപിഐഎം നേതാക്കൾ എന്താണ് പറഞ്ഞത് എന്ന് വിളിച്ചു ചോദിക്കാനുള്ള മര്യാദ കാണിച്ചില്ലെന്ന് എം മണി പറഞ്ഞു. ഇത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കേൾക്കുന്ന ഉടൻ വികാരപരമായി പ്രതികരിക്കുന്നവർ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് മണി ആഞ്ഞടിച്ചു. കേൾക്കുമ്പോഴേ ഒരു വികാരം അങ്ങനെ കൊണ്ടാൽ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോകാതെ സ്വന്തം നിലയിൽ പറഞ്ഞ് പ്രതികരിച്ചു പോകുന്നതാണ് നല്ലത്. പാർട്ടി ഏത് പാർട്ടിയാണേലും അതുമായി പോകുമ്പം അതിൻ്റേതായ തത്വങ്ങൾ പാലിച്ചു പോകണം. അത് ഞാനാണേലും പോകണം, ആരാണേലും പോകണം. വിവാദമായ പ്രസംഗത്തിൽ സ്ത്രീകളെയല്ല പോലീസുകാരെയും മാധ്യമപ്രവർത്തകരെയുമാണ് ഉദ്ദേശിച്ചതെന്ന് മണി വിശദീകരിച്ചു. പോലീസുകാരും പത്രക്കാരും കൂടി ചെയ്യാവുന്ന പണി എന്തെല്ലാം ഉണ്ടോ അങ്ങനെല്ലാം നടന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. അല്ലാതെ സ്ത്രീകൾ സമരത്തിലിരിക്കുന്ന സ്ത്രീകൾ എങ്ങനെയാണ് കാട്ടിപ്പോകുന്നത്, അതൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. താൻ കാരണം മുഖ്യമന്ത്രി പള്ളുപറച്ചിൽ കേൾക്കേണ്ടി വരുന്നത് സങ്കടമുണ്ടാക്കി. ഇടയ്ക്ക് മന്ത്രിപ്പണി നിർത്താമെന്ന് തോന്നിയിട്ടുണ്ടെന്ന് മണി തുറന്നു പറഞ്ഞു. ചിലപ്പോൾ എനിക്ക് തോന്നി ഇത് പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. മുഖ്യമന്ത്രിയെ LDFൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നുണ്ടെന്ന് CPIയുടെ പേര് പറയാതെ എം മണി ആരോപിച്ചു. ഇത് പാർട്ടിയുടെ വിലയിരുത്തലാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. പിണറായി സഖാവിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണ് മുഖ്യമന്ത്രിയെ. അത് മുന്നണിക്കകത്തുള്ളവർ ആക്രമിക്കുന്നു, അല്ലാത്തവരും ആക്രമിക്കുന്നു. ഞാൻ അതിനോട് പ്രതികരിക്കും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.